ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ ടൂർ ഏജൻസികൾ കൊണ്ടുവരുന്ന ബസ്സും കാത്ത് വെളുപ്പിന് 3 മണിക്ക് കാത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഞാനിപ്പോൾ ഒരു ട്രിപ്പിന് പോകാനിരിക്കുകയാണ്. അന്ന് കൊച്ചി ടൂർ പോയത് നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ ടൂറാണിത്. അതേ ഏജൻസി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ടൂർ കൊണ്ടുപോകുന്നത്. അന്നത്തെ പോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, അന്ന് നമ്മൾ കൊച്ചിയിലേക്കാണ് പോയത്. പക്ഷേ ഇവിടെ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അങ്ങനെ കുറച്ച് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കണ്ണൂരേക്ക് എത്തി. വെളുപ്പിന് ഏകദേശം ഒരു 4 മണി 4:30 ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ചായക്കടയും എണ്ണക്കടിയും എല്ലാം റെഡിയായി. എയർപോർട്ടിലേക്ക് എത്താൻ ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ട്രിവാൻഡ്രത്തേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 9:10 മണിയാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി കാര്യമായി മോർണിംഗ് ഫുഡ് ഉണ്ടാവും. അതിന് മുമ്പായിട്ട് ഇവിടുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ചായക്കടയിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. ഞങ്ങൾ മാത്രമല്ല, കൂടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. 9:30 കഴിഞ്ഞാലല്ലേ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇടയിൽ നിന്ന് അങ്ങനെ ആർക്കെങ്കിലും വിശപ്പ് എന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം 5 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിന്റെ മെയിൻ ടെർമിനലിലേക്ക് എത്തി. മെയിൻ ടെർമിനലിലേക്ക് എത്തിയപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ടൂർ ഏജന്റ് എല്ലാവർക്കുള്ള ടിക്കറ്റ് കൈമാറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 മണിയാണ്. ഇരുട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മെയിൻ ടെർമിനലിലേക്ക് എത്തുമ്പോഴേക്കും 6 മണിയായിരുന്നു. വെളിച്ചം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നിവർന്നു നിൽക്കുന്ന പശ്ചിമ മലനിരകളും താഴെ തളം കെട്ടി നിൽക്കുന്ന മൂടൽ മഞ്ഞും പിന്നിൽ ബാക്ക്ഗ്രൗണ്ടായി പിങ്ക് കളറുള്ള ആകാശവും മനോഹരമായ മേഘവും എന്നിങ്ങനെ പ്രകൃതി ഒരുക്കിയ പുലർക്കാലത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ വന്ന സമയം വളരെ കുറച്ച് നേരത്തെ ആയതുകൊണ്ടും വെളിച്ചം എവിടെയും എത്തിയിട്ടില്ലാത്തതുകൊണ്ടും ഞാൻ കാണാൻ കാത്തിരുന്ന ആ മനോഹരമായ കാഴ്ച ഇരുട്ടാൽ മൂടപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെയുള്ള ഗാർഡ്സിന് ടിക്കറ്റ് ഒക്കെ കാണിച്ച് ബോർഡിംഗ് പാസ് ഒക്കെ വാങ്ങി ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്കായി ഞാൻ അവിടെ കാത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇൻഡിഗോ അല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. സീറ്റ് നമ്പർ കണ്ടിട്ട് ഇപ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങി. കൂടെ വന്ന യാത്രക്കാരെല്ലാവരും പരിചയക്കാരില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൂറിൽ അത്യാവശ്യം 5 പേരെങ്കിലും പരിചയക്കാരുണ്ടായിരുന്നു. ടൂർ ഏജന്റ് ഒഴികെ ബാക്കിയുള്ള യാത്രക്കാരെല്ലാം അധികം അപരിചിതരാണ്. ID ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫിസിക്കൽ ചെക്കിംഗ് ആണ്.